rough, my dear. I don't know. No, no. No, it was very tight. I don't know how it is becoming like that, yeah. Huh? Like whenever this camera is in your fast charging, this and that, and the same thing of the other one, the black one. Safe I use, my dear. Safe I use. Now, safely I am using, my dear. And you know now, my dear, the storage, 80% storage only used. Now, always running shortage again. So, yeah, I am deleting everything, now. Okay. Everything, what in a screenshot, I am deleting every day and more deleting from other missing also. No, I am saying that, my dear. No, I'm saying that, like I am deleting everything. No. After you left after. Okay, no. I'm saying with the book now, I will show you. Uh, uh. Hello? Hello? ഹരിയാണോ എന്നെ അറിയോ കുറച്ച് ദീപ അറിയത്തില്ലയോ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഡൽഹിയിലാണ് എന്റെ വീടിന്റെ കുറച്ച് ഫോട്ടോ എടുത്തൊന്ന് അയച്ചു തരണേത് ഹലോ എന്നിട്ട് ഇതുവരെ പറഞ്ഞില്ല പേരൊക്കെ വരുന്നു അല്ല ശോഭിക എനിക്ക് പേരറിയത്തില്ലായിരുന്നു സോറിയെ പേരറിയത്തില്ലായിരുന്നു ശോഭിക അല്ലേ ഞാൻ ഡൽഹിയിൽ അപ്പൊ ഞാൻ എന്റെ വീട് എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ
ഓർമ്മയില്ല, ഞാൻ 2-3 വർഷമായി പോകുന്നിട്ട്. അറിയത്തില്ലായിരുന്നു അവിടെ എന്നോട് വഴക്കിനൊക്കെ വരുന്ന ആൾക്കാര്? അറിയത്തില്ല. വടക്കേര കുട്ടൻ എന്നൊക്കെ പറയുന്ന ഒരു സെന്റി ഉണ്ടല്ലോ, അറിയാമോ അവനെ? അവൻ മഹാവല്ലാത്തവനാ. അവനെന്നും വഴക്കാറുണ്ട്. എന്റെ ഒരു റെക്കോർഡുണ്ട്. അവൻ നമ്മളെ ദിവസവും ചീത്ത വിളിക്കുക. അതുപോലെ ഞാൻ ബന്ധമില്ല, നമുക്കറിയാവോ അത്? എന്റെ അനിയത്തി എന്ന് പറയുന്നവളാ, ഒരു പള്ളിയുണ്ട് അവിടെ. അവർക്ക് ഈ എന്റെ മുൻ ഭർത്താവുണ്ടല്ലോ, അവനുമായിട്ട് കണക്ഷൻ. അവളുടെ ഭർത്താവിനായിട്ട് കൊന്നു കെട്ടി തൂക്കിയിട്ട് നടക്കുന്നവളാ, അറിയാവോ അത്? അവിടെ നാട്ടുകാരെ വിളിച്ചു. അവളെ ഭർത്താവ് എന്നോടെല്ലാം ആദ്യം വൈകിട്ട് സമയത്ത് പറഞ്ഞത് ഭർത്താവ് എന്തുവാ സൈലന്റ് അറ്റാക്ക് വന്ന് ചത്തെന്നാ പറഞ്ഞത്. പക്ഷെ ഞാൻ ഇതൊക്കെ രീതിയിൽ പോകുമ്പോഴില്ലയോ നാട്ടുകാരുടെ എന്നെ വെച്ച് പറയാൻ തുടങ്ങി. എന്തിനാ എന്നോട് എന്റെ പേര് ദീപയെന്നാ, ദീപയുടെ അനിയൻ കെട്ടിത്തൂക്കി മരിച്ചത് എന്തിനാണ്? എന്റെ കെട്ടിത്തൂക്കി മരിച്ചോ? നമ്മളങ്ങനെ അറിയുന്നത് ഒടകട്ടിയുള്ളത് നമ്മളോട് പറഞ്ഞത്. കൊച്ചികരിയൊക്കെ അറിയില്ലേ? കൊച്ചികരി നമ്മുടെ റേഷൻ കടയിലെ നിർമ്മല എന്ന് പറയുന്ന ശാന്തിയുണ്ടല്ലോ, അവരും പിന്നെ ഈ കുട്ടൻ എന്ന് പറയുന്നവരെ എല്ലാം നമ്മളോട് പറഞ്ഞു. അതുപോലെ ഈ മോഹൻ സിംഗിനെ അറിയാവോ കഴിക്കല്? അവൻ പറഞ്ഞ് നടന്നത് ഈ നിന്റെ അനിയത്തി കുറച്ച് പോയിസൺ കൊടുക്കുന്ന പരിപാടി അറിയാവോ? ഇപ്പോഴത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ പെണ്ണുങ്ങളെ ആണെന്നെ കയ്യിലൊക്കെ ഇരിക്കുന്നത്. ആ പരിപാടി നടത്തിക്കൊണ്ടെന്നാ മോഹൻ സിംഗാണോ എല്ലാം പറഞ്ഞത്. ഇങ്ങനെ എന്നോട് പലരും ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അവര് ഈ എന്റെ അമ്മയെന്ന് പറയുന്നവരുണ്ടല്ലോ VK രത്നം, അവര് ഈ കൊച്ചിയിലെയും വടക്കേരെ കുട്ടനുമായിട്ടൊക്കെ എന്നും വഴക്കിടുമായിരുന്നു. എന്തുവാ ആര് പറഞ്ഞ ആത്മഹത്യ ചെയ്തതാണ്. പിന്നെ എനിക്ക് മനസ്സിലായത് ഇവർ അന്നേ പറഞ്ഞായിരുന്നു പോസ്റ്റ്മോർട്ടം ഒന്നും നടത്താതെ കൊണ്ട് നടത്തിയത്. പോലീസ് അവൻ തന്നെ താമസിക്കുകയായിരുന്നു. പോലീസ് പറഞ്ഞായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്താൻ. പക്ഷെ പോസ്റ്റ്മോർട്ടം ഒന്നും നടത്താതെ ഞങ്ങൾ നടത്താതെ കൊണ്ട് അപ്പൊ എന്തോ ഒരു ഇത് ഉള്ളത് കൊണ്ടാണ് പോസ്റ്റ്മോർട്ടം നടത്താൻ. അല്ലെ കഴിക്കുന്ന അറിയുന്നത് പോസ്റ്റ്മോർട്ടം നടത്താനെങ്കിലോ അങ്ങനെ വലിയ കളി അവിടെ വരും. നമുക്ക് അതിന്റെ സ്വത്ത് പറയൊക്കെ പറഞ്ഞു എങ്ങനെയാണ് അത് ശിവന്റെ കൂടെ കൊടുക്കണം. അവരുടെ കൂടെ എന്തുവാ എന്റെ മുൻ ഭർത്താവ് എന്ന് പറയുന്നൊരു കണ്ടൂർക്കാരനുണ്ട്. അപ്പൊ ഇപ്പൊ സ്വത്തൊക്കെ വിറ്റ് അവർക്ക് കൊടുക്കുവല്ല കേട്ടോ. ഇവരെന്റെ ഞാൻ പ്രഗ്നന്റ് ആയിട്ട് എന്റെ കൊച്ചിനെ അവോയ്ഡ് ചെയ്യാനുള്ള പല രീതി നോക്കിയത്. അവിടെ ഫാർമസിസ്റ്റ് ആണോ പറയുന്നത്? എംഫാംകാരി അറിയാവോ? അതെ. നമ്മൾ തന്നെ അവിടെ താമസിച്ചതൊക്കെ ഓർമ്മയില്ലയോ? കുറെ എന്നിട്ട് ഇവന്മാരെല്ലാം കൂടെ ചീത്ത വിളിക്കുന്നത് വല്ല ഓർമ്മയില്ലയോ? എന്റെ ക്യാമറയൊക്കെ അഴിച്ചു കൊടുത്തൊക്കെ ഓർമ്മയുണ്ടോ? ഗുണ്ടകൾ വന്നില്ല. അജയനും അജയനും ബിജുകുമാർ എന്ന് പറയുന്നവരും ഒരു മേത്തരും കൂടെ കേട്ടോ. നമ്മളോട് ഭയങ്കര ശല്യമായിരുന്നു. നമ്മളെ ഓടിക്കണം. 20 ചെറിയൊക്കെ കൊടുക്കണം. അത് ഈ അനിയത്തി എന്ന് പറയുന്ന വീരാഴ്ച എന്തോ ഉണ്ടല്ലോ അമ്മയുണ്ടല്ലോ. ഇപ്പോൾ അനിയത്തി എന്ന് പറയുന്നവരെ കൊണ്ടവിടെ വെച്ചിട്ടുണ്ട്. ഇവരും വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വരും. ഇവരും അവിടെ വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് ഫോട്ടോ എടുത്ത് അയച്ചു തരണേ, എങ്ങനെ ഇരിക്കുന്ന വീടെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടേ. നിങ്ങളിപ്പോ ചെട്ടൂരിനെ പോയത്? മോളെ ചേച്ചിയോ? ഇല്ല എനിക്കറിയാം. നിങ്ങൾ നല്ല പൈസയൊക്കെ ഉള്ള ഒരാള് അല്ലയോ? അത് ശരി. നിങ്ങളോട് ഇല്ലാത്തത് ദേവദാസൊക്കെ അവരൊക്കെ നല്ല ഇതാണോ? എന്നോട് വസ്തു വാങ്ങിച്ചതൊക്കെ അതൊക്കെ ഇവരെ ഒത്തിരി പറ്റിച്ചു കേട്ടോ മോളെയൊക്കെ. എന്തോ വസ്തു എനിക്ക് വെറും 90,000 ഒക്കെ നമ്മൾ അതിന് 2-3 ലക്ഷം രൂപയൊക്കെ നമ്മൾ അത് റോഡ് സൈഡിലുണ്ടായിരുന്നു. അത് 17 സെന്റ് ഉണ്ടായിരുന്നു. എനിക്ക് 14 സെന്റിന്റെ കാശേ വന്നത് പോലെ. അവള് കുടമ്പിക്കത്തില്ല. അവള് ഉണ്ടോ അവിടെ ഒരു മരുമോള്? അവിടെ എങ്ങനെ ഉണ്ടടാ? അയ്യോ അവിടെ അമ്മായിന്ന് അതിനേക്കാൾ കേരളാസിന്റെ പെൺപിള്ളേ എന്ന് പറയുന്നവള് അല്ലയോ? ആണോ? 2 കണക്കാണ്. 2 എനിക്ക് മനസ്സിലായി വല്ലികളെ. ഇതൊക്കെ ഇതൊക്കെ ആ കണ്ടുണ്ടല്ലോ ആ പെണ്ണിന്റെ തന്ത. ഈ വരുന്ന എന്നോട് 50,000 രൂപയ്ക്ക് കൊടുക്കാൻ എന്റെ വീട്ടിൽ ചെറിയ നിലവായിരുന്നു. ബാക്കി